50 കൊല്ലം നിസ്കരിച്ചവർ, 40 കൊല്ലം നിസ്കരിച്ചവർ, 60 കൊല്ലം നിസ്കരിച്ചവര്. ഈ നിസ്കാരത്തിന്റെ ദൈർഘ്യം കണ്ട് നെളിയുന്ന മുസ്ലിമേ, നിസ്കാരമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നറിയോ? എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്നറിയോ? ഒരു മഹാനിന്റെ നമസ്കാരം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെ നിസ്കരിക്കുന്നവർക്കാണ് സ്വർഗമുള്ളത് എന്ന് പരിശുദ്ധമായ ഖുർആൻ എവിടെ പറഞ്ഞു തന്നതെന്നറിയോ? പടച്ചവനെ, കാലിന്റെ ഒരു വിരൽ പഴുക്കുകയാണ്. ഒരു സ്വഹാബിയുടെ കാലിന്റെ ഒരു വിരൽ പഴുക്കുകയാ. വൈദ്യന്മാര് വന്നിട്ട് പറഞ്ഞു, തങ്ങള് ഈ കാലിന്റെ വിരല് മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ പഴുപ്പ് കാൽപ്പത്തി മുഴുവനും പടരുന്നതാണ്. കാൽപ്പത്തി മുഴുവനും പഴുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ കാലിന്റെ പത്തി മുറിച്ചു മാറ്റണം. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ സമ്മതിക്ക്. മാനവകൾ അവിടെ നിന്ന് സമ്മതിച്ചില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. കാലിൽ നിന്ന് വിരലിൽ നിന്ന് പഴുപ്പ് കാൽപ്പത്തി മുഴുവനും അവിടെ നിന്ന് പഴുക്കുകയാ. കാൽപ്പത്തി മുഴുവനും പഴുക്കുകയാണ്. അപ്പൊ വൈദ്യന്മാര് പറഞ്ഞു, ഇപ്പൊ മുറിക്കുകയാണെങ്കിൽ കാൽപ്പത്തി മുറിച്ചാ മതി, മുകളിലേക്ക് കേറിയാൽ മുട്ടിന്റെ ഭാഗം വെച്ച് മുറിക്കണം. തങ്ങളെ സമ്മതിക്കൂ. മാനവടൊന്നും സമ്മതിക്കുന്നില്ല. അവസാനം ദിവസങ്ങൾ കഴിഞ്ഞു. കാലിന്റെ വിരലിൽ നിന്ന് പഴുപ്പ് മുകളിലേക്ക് കേറി. ഡോക്ടർമാര് വൈദ്യന്മാര് പറഞ്ഞു, മുട്ടിന്റെ ഭാഗം വെച്ച് കാല് മുറിച്ചു മാറ്റണം. ഇനിയും നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ പഴുപ്പ് കാലിന്റെ മുട്ടിന്റെ മുകളിൽ കയറും, അരവെച്ച് മുറിച്ചു മാറ്റേണ്ടി വരും. ഇനിയെങ്കിലും ഒന്ന് സമ്മതിക്കാറ്. അവസാനം മഹാനപടം സമ്മതിക്കുകയോ? റബ്ബേ, വൈദ്യന്മാര് കാല് മുറിക്കുന്നതിന് വേണ്ടി കടന്നു വരികയാണ്. ഒരു പാത്രത്തിൽ കള്ള് കൊണ്ടുവന്നു. അതാ സ്വഹാബിയുടെ കയ്യിൽ കൊടുക്കുകയാണ് കുടിക്കാൻ. അവിടെ നിന്ന് ചോദിക്കുന്നു, എന്തിനാ കള്ള് കുടിക്കുന്നത്? തങ്ങളെ, കാല് മുറിക്കുമ്പോൾ വേദന അറിയാതിരിക്കാനാ. കാല് മുറിക്കുന്ന സമയത്ത് വേദന അറിയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കള്ള് കുടിക്കാൻ പറയുമ്പോ മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു, ഒരിക്കലും ഞാൻ അവിടെ നിന്ന് കള്ള് കുടിക്കില്ല. നിങ്ങൾക്ക് എന്റെ കാലല്ലേ മുറിക്കേണ്ടത്, പടച്ചവനെ. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ഉതുപെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കാം. ഞാൻ നമസ്കാരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ച് മാറ്റിക്കോ. അവിടെ നിന്ന് മഹാനവറുകൾ ഉതുപെടുത്തു. നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടുകയാണ്. അവിടെ നിന്ന് ഫാത്തിഹ ഓതി. അവിടെ നിന്ന് സൂറത്തിൽ മുസമ്മിൽ ഓതുകയാ. നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോ വൈദ്യന്മാര് കാല് വെട്ടി മുറിച്ചു. പെങ്ങള്, ഒരു മരുന്നും കൊടുത്തില്ല, ഒരു മയക്കവും നടത്തിയില്ല. നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മഹാന്റെ കാലങ്ങ് വെട്ടി മുറിക്കുകയോ. പച്ചയായ മനുഷ്യന്റെ കാല് വെട്ടി മുറിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, അറിഞ്ഞില്ല പെങ്ങള്. നമസ്കാരത്തിൽ ഇങ്ങനെ മുഴുകി നിൽക്കുകയാ. അല്ലാഹുവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്. കാല് മുറിച്ചത് മഹാനറിഞ്ഞില്ല. പടച്ചവനെ, പൈപ്പ് പൊട്ടിക്കെട്ട് രക്തമൊഴുകുന്നത് പോലെ കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒട്ടിയതാ ഒഴുകുകയാണ്. എന്തേ ചെയ്തതെന്നറിയോ? സൈത്തണ്ണ തിളപ്പിച്ചിട്ട് രക്തം പെട്ടെന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മഹാനുണ്ടല്ലോ, ആ മഹാനിന്റെ കാലിലേക്ക് തിളച്ച എണ്ണയങ്ങ് മുക്കുകയോ. അറിഞ്ഞില്ല പെങ്ങള്, തിളച്ച
വെച്ച എണ്ണ മുക്കിയിട്ട് പോലും അവിടെ നിറഞ്ഞില്ല. കാരണം നിൽക്കുന്നത് അല്ലാഹുവിന്റെ മുന്നിലോ. ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. എങ്ങനെ അറിയാനാണ്? പടച്ചവനെ അവസാനം കാലിൽ നിന്ന് രക്തം മുഴുവനും പോയിട്ട് ബോധം കെട്ട് താഴെ വീണു എന്ന ചരിത്രം പറയുമ്പോ ഇതിനാണ് നിസ്കാരമെന്ന് പറയുന്നത്. ഇങ്ങനെ നിസ്കരിക്കുന്നവളാണ് മുസല്ലയിൽ നിന്ന് എഴുന്നേക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നു, നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാ, നിന്റെ പാപം മുഴുവനും പുറത്തിരിക്കുന്നു. പെങ്ങളെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, അതാ നമസ്കരിക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യനെ കൈകെട്ടുമ്പോ അവന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പിരടിയുടെ മുകളിൽ വരികയാണ്. ഈ രണ്ട് പിരടിയുണ്ടല്ലോ, ഈ രണ്ട് തലയുടെ ബാക്ക് സൈഡിൽ ഇങ്ങനെ വന്നു നിൽക്കുകയാ. നീ സുജൂദിൽ കിടക്കുമ്പോ, നീ സുജൂദ് ചെയ്യുമ്പോ ഈ പാപങ്ങൾ പൊടിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറഞ്ഞു തരികയോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പാപം പൊറുക്കാനുള്ള നാലാമത്തെ എളുപ്പ വഴി എന്തെന്നറിയോ? നിസ്കരിക്കു പെങ്ങള്, നിസ്കരിക്കു ചെറുപ്പക്കാരാ. അതാ പടച്ചവരെ, നിസ്കരിച്ചു കഴിഞ്ഞാൽ നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറഞ്ഞു തരുമ്പോ പടച്ച റബ്ബേ, അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയോ? അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞാൽ മുസല്ലയിൽ ഇരിക്കണേ, എഴുന്നേറ്റ് പോടല്ലേ, എഴുന്നേറ്റ് പോടല്ലേ, ഒരല്പനേരം അതേ സ്ഥലത്ത് തന്നെ ഇരിക്കണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പാപം പൊറുക്കാനുള്ള അഞ്ചാമത്തെ എളുപ്പ വഴി എന്തെന്നറിയോ? നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കലോ, മുസല്ലയിൽ ഇരിക്കലോ. മുസല്ലയിൽ ഇരുന്നാൽ അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഗഫർ ലഹു, അല്ലാഹുമ്മ റഹംഹു. പടച്ചവനെ, നിസ്കാരപ്പായിലിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. പുറത്തു കൊടുക്കണേ ഈ മനുഷ്യന്റെ പാപം പൊറുക്കണേ തമ്പുരാന്, കരുണ കാണിക്കണേ തമ്പുരാന്, കരുണ കാണിക്കണേ തമ്പുരാന്. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. നിന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാ. അതുകൊണ്ട് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ കടന്നു പോകുന്ന സഹോദരങ്ങളോട് പടച്ചവനെ, നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി പോടല്ലേ, ഒരല്പനേരം ഇരിക്കണേ, ഒരല്പനേരം ഇരിക്കണേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിസ്കാരം കഴിഞ്ഞ മുസല്ലയിൽ നിനക്കും ഇരിക്കാൻ കഴിയുമോ? നിന്റെ പാപം പൊറുക്കുകയോ, നിന്റെ പാപം പൊറുക്കുകയോ, നിന്റെ പാപം പൊറുക്കാൻ അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്ന്, ബാങ്ക് വിളിച്ചാൽ പാപം പൊറുക്കും. ബാങ്ക് വിളിക്കുമ്പോൾ ആ വിളിക്കുന്നത് പോലെ നീയും കൂടെ പറഞ്ഞാൽ നിന്റെ പാപം പൊറുക്കും. രണ്ട്, നല്ല രീതിയിൽ സമാധാനത്തോടെ സൂക്ഷ്മതയോടുകൂടി ഒതുവെടുത്താൽ നിന്റെ പാപം പൊറുക്കും. മൂന്ന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോയാൽ നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. നാല്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരപ്പായിൽ ഇരുന്നാൽ തന്നെ അല്ലാഹു നിന്റെ
നിന്റെ പാപം പുറത്തു തരും. 5 ഒളുവെടുത്തതിന് ശേഷം 2 റക്അത്ത് നിസ്കരിച്ചാൽ അള്ളാഹു നിന്റെ പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഞാൻ 11 മണിക്ക് മുമ്പ് നിർത്താമെന്ന് പറഞ്ഞു. ഇനി എൻ്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്ത് അൽഹംദുലില്ലാ പിരിയുമ്പോൾ തന്നെ 11 മണിയാകും. നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം, ഇല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്ത് വേണം? പറ. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയില്ലെങ്കിൽ നിർത്തും. എന്ത് വേണം? പറയണോ ആഗ്രഹമുള്ളവർ കൈപൊക്കിക്ക്. ഒരെണ്ണം കൂടെ ഞാൻ പറഞ്ഞിട്ട് ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മൈക്ക് സെറ്റ് ആരാ? ഈ മൈക്കൊന്ന് താഴ്ത്തി വെച്ച് തരൂ. ഞാനൊന്ന് ഇരുന്നോട്ടെ. ഇൻഷാ അല്ലാഹ്. പോകേണ്ടവര് പൊക്കോളി, ഇരിക്കേണ്ടവർ ഇരുന്നോളി. അതാണ് സമയം. ദുആ ചെയ്യുന്ന സമയത്ത് അള്ളാഹ് ഇഷ്ടപ്പെട്ടവര് മതി, അല്ലാത്തവർക്കൊക്കെ പോകാം ഇൻഷാ അല്ലാഹ്. ഒരു നന്മ കൂടെ പറയും. പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറഞ്ഞേ. സ്വല്ലല്ലാഹു ഇത്തിരി സൗണ്ട് വെച്ചോട്ടോ. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാപം പൊറുക്കാനുള്ള 6ാമത്തെ എളുപ്പ വഴി ഇൻഷാ അല്ലാഹ്. ഇത്രയും നേരം പറഞ്ഞത് ചിലപ്പം ബുദ്ധിമുട്ടുള്ളതായിരിക്കും, പക്ഷെ ഇത് എളുപ്പമുള്ളതാണ്. പാപം പൊറുക്കാനുള്ള എളുപ്പ വഴി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 6ാമത്തെ കാര്യം അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ചെയ്യുവോ? എന്നൊരു മടിയുള്ളതുപോലെ നിങ്ങൾക്ക് ഉറക്കം വരണണ്ട. ഉറക്കം വരണണ്ട. അൽഹംദുലില്ലാഹ്. ഓൻ നല്ല ഇല്ലാത്തതിന് ഫ്രണ്ടിലുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു എന്നെ ദുനിയാവിലെ ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളിൽ പെടുത്തുമാറാകട്ടെ. സാധാരണ മക്കളെ എന്തെങ്കിലും പറയാൻ പേടിയാ. കാരണം ഇന്നത്തെ കുട്ടികളൊക്കെ ഭയങ്കര കാഞ്ഞ ബുദ്ധിയാണ്. ഇന്നത്തെ കുട്ടികളുടെ കാര്യമൊന്നും പറയണ്ട, എല്ലാം മൊബൈലിനകത്തല്ലേ ജീവിക്കുന്നത്, ഇല്ലേ? ഇന്നത്തെ കുട്ടികൾ മൊത്തം. ഞങ്ങളുടെ നാട്ടിലൊരു ഉസ്താദ് മദ്രസയിൽ പഠിപ്പിക്കുക. ഉസ്താദ് മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ പറയാം. അപ്പൊ ഉസ്താദ് പറഞ്ഞ ഖിയാമത്ത്, ചെറുപ്പക്കാരനാ ഉസ്താദ് പറഞ്ഞ ഖിയാമത്ത് നാൾ അടുത്തു വരുമ്പോൾ പെണ്ണുങ്ങൾ കൂടും, ആണുങ്ങൾ കുറയും. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. പെണ്ണുങ്ങൾ കൂടും, ആണുങ്ങൾ കുറയും. ഇപ്പൊ ചെറുപ്പക്കാരനായ ഉസ്താദ് കുട്ടികൾക്ക് വിശദീകരണം കൊടുത്തു. തമാശക്ക്, എടാ അന്ന് പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ പോലും ആണുങ്ങളെ കിട്ടൂല, അത്രയ്ക്ക് ആണുങ്ങൾ കുറയും. ശരിയാ. ഖിയാമത്ത് നാൾ അടുത്തു വരുമ്പോൾ ഒരാണിന് 50 പെണ്ണെന്ന സെൻസസ്. ഒരാണിന് അത്രയ്ക്കും ആണുങ്ങൾ കുറയും. ഇന്ന് ആണുങ്ങൾ പെണ്ണുങ്ങളെ തേടി പോകുന്നു, അന്ന് പെണ്ണുങ്ങൾ ആണുങ്ങളെ തേടി ഇങ്ങോട്ട് വരും. അന്ന് ഈ റോഡിൽ കിടന്ന് വ്യഭിചരിക്കുന്നേ. അപ്പൊ ഉസ്താദ് പറഞ്ഞു കൊടുത്തു, ഈ പെണ്ണുങ്ങൾ ആണുങ്ങളെ തേടി വരും. അള്ളാഹുവിനെ പേടിയുള്ള ചെറുപ്പക്കാര് പെണ്ണുങ്ങൾ വരുമ്പോൾ ഓടി രക്ഷപ്പെടുമെന്ന്. അപ്പൊ ഒരു പയ്യൻ പുറകിൽ ബെഞ്ചിലിരുന്നിട്ട് കൂട്ടുകാരനോട് പറയുക, അളിയ ജീവിക്കുവാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിക്കണമെന്ന്. കാരണം 50 പെണ്ണുങ്ങൾ പുറകെ വരുന്ന കാലം അവൻ സ്വപ്നം കാണുന്നേ. അവന്റെ വാപ്പ ഒരെണ്ണത്തിനെ കൊണ്ട് സക്കറാത്തിന്റെ വരി വരിച്ചോണ്ടിരിക്കുക. ഒരെണ്ണത്തിനെ കൊണ്ട് പെടുന്ന പാടെന്താന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. അള്ളാഹു നമുക്ക് നല്ല നിങ്ങൾ ചിരിക്കുമെന്നും വേണ്ട, വീട്ടിൽ പോയിട്ട് മക്കളോടൊക്കെ ഒന്ന് ചോദിച്ചേക്കല്ലേ, നിനക്ക് യൂട്യൂബ് എന്താ, ഫേസ്ബുക്ക് എന്താ, ഡൗൺലോഡ് എന്താ നിനക്കൊന്നും അറിയത്ത. ഓനെല്ലാം പഠിച്ചു വെച്ചിരിക്കുക. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. അള്ളാഹു പറവങ്ങളെ അള്ളാഹു നമ്മുടെ ഭാര്യമാരെയും സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ സ്വർഗത്തിൽ കുടുംബസമേതം അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാരെ അള്ളാഹു നല്ല പെണ്ണുങ്ങളാക്കി തരുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ പൊക്കിക്കോ, ലൈവാ. പെണ്ണമ്പിള്ള ചോദിക്കുക, എല്ലാരും കൈപൊക്കി, നിങ്ങളെന്താ പൊക്കാജ്? പല ആണുങ്ങളും കൈപൊക്കത്തില്ല. കാരണം എന്തെന്നറിയോ? എന്റെ പൊന്നുസ്താദെ, ഇവിടെ തന്നെ സഹിക്കാൻ പറ്റണില്ല, ഇവള് സ്വർഗത്തിലോട്ട് നയിക്കണം.
ഭർത്താവിനെ സ്വർഗത്തിൽ വേണമെന്ന് ആഗ്രഹമുള്ള പെണ്ണുങ്ങളൊന്ന് കൈവന്നിരിക്കും. പടച്ചവനെ രക്ഷപ്പെട്ടാ ഫ്രണ്ടിലിരിക്കുന്ന ഒരെണ്ണം പൊക്കിയിട്ടില്ല. പകുതിയിലെ നിൽക്കുക ചിലതൊക്കെ, പകുതിയില് വേണോ വേണ്ടയോ എന്നുള്ളൊരു ആലോചന. ഇതാ അവസ്ഥ, ഇതാണ് പെണ്ണുങ്ങളുടെ അവസ്ഥ. അല്ലാഹു അഅലം. ഇന്ന് ഞാൻ ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഒരു പയ്യനോട് പറഞ്ഞു, ഉസ്താദേ വയസ്സ് കുറെ കഴിഞ്ഞു പെണ്ണ് കെട്ടിയില്ല. ഞാൻ പറഞ്ഞടാ പെണ്ണ് കെട്ടടാ, എന്തിനാ ഉസ്താദേ ഇങ്ങനെ നടക്കാമല്ലോ. എല്ലാരും ചോദിക്കുക എന്തിനാ പെണ്ണ് കെട്ടുന്നത്, എന്തിനാ ഇപ്പൊ പെണ്ണ് കെട്ടണേ? പെണ്ണ് കെട്ടിയാ കിട്ടുന്ന പ്രതിഫലം അറിയോ? അള്ളാഹു പറഞ്ഞത് പെണ്ണ് കെട്ടിയാൽ നിനക്ക് സമാധാനം കിട്ടുമെന്നാ ഖുർആൻ പറഞ്ഞത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പെണ്ണ് കെട്ടിയാൽ എന്ത് കിട്ടും? പറയറോ, സമാധാനം കിട്ടും. നീ എന്താ പറയണേ? കെട്ടിയ അന്ന് മുതൽ ആ സാധനം പോയെന്ന. എന്നാണോ ഞാൻ കല്യാണം കഴിച്ചത് അന്നത്തോടു കൂടി എന്റെ സമാധാനം പോയെന്നാ നമ്മൾ പറയണത്. എന്നാ അള്ള പറഞ്ഞത് പെണ്ണ് കെട്ടിയാൽ സമാധാനം കിട്ടുമെന്നാ. അപ്പൊ ഖുർആൻ ഒരിക്കലും തെറ്റാറില്ല. നമുക്കാ തെറ്റ് പറ്റിയത്. നമ്മള് ഖുർആൻ പറയുന്നത് പോലെ, അള്ളാഹു പറഞ്ഞതുപോലെ ജീവിച്ച സമാധാനം കിട്ടും. പെണ്ണുങ്ങളുടെ അങ്ങനെ പെണ്ണുങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കണം, അത്രയേ ഉള്ളൂ. പെണ്ണുങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ. എല്ലാ ആണുങ്ങളും വിചാരിക്കുന്നത് ഞാൻ വരച്ച വരയിൽ എൻ്റെ ഭാര്യ നിൽക്കണം. ഇതൊരാണിന്റെ ആഗ്രഹം. എല്ലാ ചെറുപ്പക്കാരുടെയും ആഗ്രഹമാണ് ഞാൻ വരച്ച വരയിൽ എൻ്റെ ഭാര്യ നിൽക്കണം. ഒരു കാര്യം ഞാൻ പറയാം, നീ വരയിൽ കയറി നിന്നാലും നിന്റെ ഭാര്യ കയറി നിൽക്കൂല. അതാദ്യം നീ മനസ്സിലാക്കില്ല. ലോകത്ത് ഒരാണിനും തന്റെ ഭാര്യയെ വരച്ച വരയിൽ നിർത്താൻ പറ്റൂല. പിന്നെ എന്തിനാ വെറുതെ സമയം കളയണേ? അത് നീ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. നിങ്ങൾ ചിരിക്കൊന്നും വേണ്ടാട്ടാ, ഈ ചങ്ങാതി അങ്ങനെയല്ല. കാരണം നിന്നെ വളഞ്ഞ എല്ലിൽ നിന്ന് പെണ്ണിനെ അള്ളാഹു പടച്ചിരിക്കുന്നത്. കൂടുതൽ വളച്ച ഒടിയും, കൂടുതൽ നോക്കാൻ നിന്നാലും ശരിയാവൂല. രണ്ടിന്റെ മധ്യത്തിൽ ഇങ്ങനെ കൊണ്ടുപോയാൽ മതി. അതിനാ കുടുംബ ജീവിതം എന്ന് പറയുന്നത്. അടിയും വഴക്കും എല്ലായിടത്തും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയിഷ ബീവി അടികൂടിയില്ലേ, പിണങ്ങിയില്ലേ? മുത്തി നബി കയ്യിലിരുന്ന പാത്രം എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചില്ലേ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എറിഞ്ഞു പൊട്ടിച്ചു. പ്രവാചകൻ തല്ലാനും ചീത്ത വിളിക്കാനും നിന്നില്ല. ആ പാത്രം പോയി പറക്കിയെടുത്തു. വേറെ വഴിയെന്താ? അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പെണ്ണിന്റെ സ്വഭാവം നീ വരച്ചിക്കേ, നിന്റെ വാപ്പ നിന്റെ ഉമ്മ ഒരു വിലയും കാണത്തില്ല. എന്നാ ഉള്ള വാപ്പായി ഉമ്മ എന്ന് പറഞ്ഞാൽ ജീവൻ കളയും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം കഴിഞ്ഞ് വീട്ടിൽ കയറി വരികയാണ്. വീട്ടിലോട്ട് കയറി വരുമ്പോ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു, ഭാര്യമാരിൽ ഏറ്റവും ഇഷ്ടം ആരോടാ? വല്ലാത്ത ചോദ്യം. നമ്മുടെ ഭാര്യ എങ്ങാനും ചോദിച്ചത് മാത്രമേ ഓക്ക് ഓർമ്മ കാണത്തുള്ളൂ, ബാക്കിയൊന്നും ഓർമ്മ കാണൂല. നീ എവിടെങ്കിലും പോയി കിടന്ന് കറങ്ങി ടെൻഷൻ അടിച്ചിട്ട് വീട്ടിൽ കയറി വരുമ്പോ നിന്റെ ഭാര്യ ചോദിക്കൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരാന്ന് വെച്ചാൽ നമ്മൾ പറയും നിന്റെ വാപ്പനെ എന്ന് പറഞ്ഞിട്ട് പറത്തിന് പറഞ്ഞോളേ. ചോദിച്ചത് മാത്രമേ കാണത്തുള്ളൂ, പാപത്തിന് ഓർമ്മ. ആയിഷ ബീവി ചോദിച്ചപ്പോ മുത്തി നബി പറഞ്ഞു, എനിക്ക് നിന്നെയാ ഏറ്റവും കൂടുതൽ ഇഷ്ടം. വീടിനകത്ത് കയറി പിന്നെയും പിടിച്ചു. ലോകത്ത് ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? ഈ ലോകത്ത് ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആരോടാ? നിന്റെ വാപ്പാനോട്. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. ഇതാ പെണ്ണ്, ഇതാ നിനക്കറിയാതെ പോയത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു, ലോകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്റെ വാപ്പാനെയാ. പറഞ്ഞതും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. നീ ഒന്ന് പറഞ്ഞു നോക്ക്, നിന്റെ വാപ്പയാ രാജാവെന്ന്. ഇത് പെണ്ണിന്റെ സ്വഭാവം നീ മനസ്സിലാക്കിയാൽ മതി. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഫോൺ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിഷയമാണ്. ഞങ്ങളൊക്കെ വെള്ളിയാഴ്ച പള്ളികളിൽ പോകുമ്പോൾ പലരും കുടുംബ വഴക്ക്, തലാക്ക്. അപ്പൊ ഈ അടുത്തൊരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ ഭർത്താവിന്റെ കയ്യിലിരിക്കണ ഫോൺ ആയാൽ മതിയായിരുന്നു. ഞാൻ ചോദിച്ചത് എന്താ? കക്കൂസി പോകുമ്പോൾ ഇത് കൊണ്ടുപോയി മനുഷ്യൻ. എന്നെക്കാലം സ്നേഹം ഫോണിനോട്. 5 ലോക്ക് അതിനകത്ത്. എത്ര ലോക്ക്? ബാങ്കിൽ പോലും ഇത്ര ലോക്കില്ല. സ്വർണം വെച്ചിരിക്കുന്ന വലിയ വലിയ ബാങ്കുകളിൽ പോലും ഇത്രയും ലോക്കില്ല. കയറണമെങ്കിൽ ലോക്ക്, വാട്സപ്പിൽ കയറണമെങ്കിൽ ലോക്ക്, ഗാലറി കയറണമെങ്കിൽ ലോക്ക്. സുബ്ഹാനല്ലാഹ്, ഇത്രയും വലിയ ലോക്ക് നിന്റെ മൊബൈലിൽ എന്തിനാ? ഒന്നുമില്ല സഹോദര. വീട്ടിലെ പ്രശ്നം മാറണമെങ്കിൽ വീട്ടിലേക്ക് പോകുമ്പോ ഫോൺ ഓഫാക്കി വെച്ചിട്ട് പോയാൽ മതി. നീ ആരെയൊക്കെ ഫോൺ വിളിക്കണമെങ്കിലും വീടിന്റെ വെളിയിൽ നിന്ന് വിളിച്ചോണം. നീ ആരെ വിളിക്കാനുണ്ടെങ്കിലും വീടിന്റെ വെളിയിൽ നിന്ന് ഫോൺ വിളിച്ച് അവസാനം വീടിനകത്തേക്ക് കയറുമ്പോ ഫോൺ ഓഫാക്കി വെക്കണം. എന്നിട്ട് അകത്തേക്ക് കയറണം. പിന്നെ തുടരുത്. ഒരു 10 മിനിറ്റ്.
ഒരു 10 മിനിറ്റ് പിന്നെ ആ സാധനം നിന്റെ കൈ കൊണ്ട് തുടരുത്. വീടിന്റെ അകത്ത് കയറി ചെന്നിട്ട് നിന്റെ ഭാര്യയോട് വാ പെണ്ണെ എന്ന് പറഞ്ഞ് വിളിച്ചിരുത്തിയിട്ട് നീ വല്ലതും കഴിച്ചോ, സുഖമാണോ നിനക്ക്? എന്ത് സുഖം? കണ്ടവന്റെ പെണ്ണുമ്പള്ളിയുടെ ചോദിക്കാൻ സുഖമാണോ എന്ന് സ്വന്തം പെണ്ണുമ്പള്ളിയുടെ ചോദിക്കത്തില്ല. ഒരു 5 മിനിറ്റ് ആ സാധുവിനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് നീ വല്ലതും കഴിച്ചോ, എന്താ വിശേഷം, എന്താ, ഒരു 5 മിനിറ്റ് ചോദിക്ക്. എന്നിട്ട് നീ രാത്രി മുഴുവനും കടന്ന് വിളിച്ചാലും ഓട് പരാതി പറയില്ല. പക്ഷെ ആ 5 മിനിറ്റത്തെ വീട്ടിൽ കയറുമ്പോഴുള്ള ആ ഒരു ഫോൺ വിളി കാരണം ജീവിതം തകർന്നു പോകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാനൊരു നന്മ പറഞ്ഞു തരാം. അള്ളാഹു നമ്മുടെ പാപം പൊറുക്കാനുള്ള 5-ാമത്തെ വഴി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് ഓതിയാൽ മതി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യും. പ്രത്യേകിച്ച് ആ ഖുർആനിൽ ഒരു സൂറത്ത് നീ ഓത്, നിന്റെ പാപം മുഴുവനും അള്ളാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു അധ്യായം ഞാൻ പറഞ്ഞു തരാം. വലുതൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്ന സൂറത്താ, എല്ലാവർക്കും അറിയുന്ന, മദ്രസയിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്ക് വരെ അറിയുന്ന സൂറത്ത്. ഈ സൂറത്ത് നീ ഓതുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, നല്ല മനസ്സോടുകൂടി നീ പാരായണം ചെയ്താൽ നിന്റെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഇൻഷാ അല്ലാഹ് പറ, ഇൻഷാ അല്ലാഹ് പറ. അല്ലാഹുവേ, ഈ സർവ്വ പാപങ്ങളും പൊറുക്കുന്ന ഈ സൂറത്ത് ഓതാമെന്ന് ആരൊക്കെ ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ഇൻഷാ അല്ലാഹ് എന്നുറക്കെ പറയുന്നുണ്ടോ, അവര് മരിക്കുന്ന സമയം ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി പറ ഇൻഷാ അല്ലാഹ്. പോരാ പോരാ, അൽഹംദുലില്ലാഹ്, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ നിയത്ത് ചെയ്തില്ലേ? നിയത്ത് ചെയ്തോ? നിയത്ത് ചെയ്തോ? എന്ന കൈബുക്ക് പ്രതിഫലം പറയട്ടെ. കൈകെട്ടി നിൽക്കുന്ന മനുഷ്യ, ഈ പ്രതിഫലം പറഞ്ഞു കഴിയുമ്പോ നിനക്ക് സങ്കടം തോന്നും, ഞാൻ പൊക്കിയില്ലല്ലോ അല്ലാഹ്. പൊക്കിയോ? പൊക്കിയോ? പ്രതിഫലം കേട്ടോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാൽ നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു തരും. ഇൻഷാ അല്ലാഹ് ഓതാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോ അതിനുപോലും തയ്യാറാകാത്തവൻ അല്ലാഹ് തരുന്ന പ്രതിഫലം കേട്ടോ. ആദ്യം ഈ ഒരു സൂറത്ത് ഓതാൻ പോലും മനസ്സില്ലാത്ത ഉസ്താദേ, മതകളകി ആന വന്നാലും ഞാൻ നെഞ്ചുവിരിച്ച് നിൽക്കും, നിങ്ങളെക്കാളും വലിയ കൊലകൊമ്പന്മാര് നോക്കിയിട്ട് എന്നെ നന്നാക്കാൻ പറ്റിയിട്ടില്ല, പിന്നെ നിങ്ങൾ എല്ലുപോലെ ഇരിക്കണം നിങ്ങൾ. എടാ, നിനക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം ഖുർആൻ പറയുകയാ. ഈ കൈപൊക്കാൻ മടിച്ചവനുണ്ടല്ലോ, നിന്റെ ഈ അഹങ്കാരം, നിന്റെ ഈ ധിക്കാരം, ഇതിന് അള്ളാഹു നിനക്ക് തരുന്ന ശിക്ഷ. നീ ലോകത്ത് നീ മരിക്കാൻ കിടക്കുമ്പോ ആര് നിനക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു തന്നാലും നീ പറയൂല, നിനക്കതിന് കഴിയില്ല. ഞാൻ പറഞ്ഞതല്ല, അള്ളാഹു പറയുകയാ. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന നിന്റെ ഈ സ്വഭാവമുണ്ടല്ലോ, നീ മരിക്കുന്ന സമയം ആര് നിനക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു തന്നാൽ, എത്ര വലിയ കൊലകൊമ്പം വന്ന് പറഞ്ഞു തന്നാലും നിന്നെ കൊണ്ട് കഴിയില്ല. നീ പറയും, ഞാൻ ചാകുന്നതൊരു കാഫിറായിട്ടാ ചാകുന്നതെന്ന് നിന്റെ നാവ് കൊണ്ട് തന്നെ നീ പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു കാക്കുമാറാകട്ടെ. നീ തന്നെ പറയും, നാട്ടുകാരല്ല, മരിക്കുന്ന സമയം നീ പറയും, ഞാൻ മരിക്കുന്നത് ഈമാനില്ലാതെയാ, ഞാൻ മരിക്കുന്നത് ഈമാനില്ലാതെയാ എന്ന്, ചത്തുപോകുന്നതെന്ന് നീ തന്നെ മരണമൊഴി പറഞ്ഞിട്ട് മരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇനി പറ, ഓതാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവര് കൈപൊക്ക്, കാലും പൊക്കും. ഇപ്പൊ നേരത്തെ ഇത് പൊക്കിയിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഇത്രയും പറയിക്കണം. അതങ്ങനെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് ഏത് സൂറത്താണ് പാരായണം ചെയ്യേണ്ടതെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഈ അധ്യായം നിനക്കൊന്ന് പാരായണം ചെയ്യാൻ പറ്റുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈമാനോടുകൂടിയുള്ള മരണമാണ്.
എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവർക്ക് പടച്ച റബ്ബ് തരുന്ന പ്രതിഫലമെന്താ? ഉസ്താദേ, ഇന്നത്തെ രാത്രി മുതൽ മറക്കാതെ ഞാൻ ഓതും. ഇന്നത്തെ രാത്രി മുതൽ ഇൻഷാ അല്ലാഹ് ഈ അധ്യായം പാരായണം ചെയ്യാതെ ഞാൻ ഉറങ്ങില്ല ഉസ്താദ്. എന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കുന്ന അധ്യായമാണല്ലോ. ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി തൗബ ചെയ്യുന്ന മനസ്സോടുകൂടി എന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പൊറുക്കണമെന്നുള്ള ആഗ്രഹത്തോട് ആരെങ്കിലും ഈ സൂറത്ത് പാരായണം ചെയ്താൽ അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാ. അതുകൊണ്ട് പടച്ചവനെ ബോധമെന്ന് തീരുമാനിച്ച പെങ്ങളെ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമറിയണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, ആഗ്രഹമില്ലേ പെങ്ങള്, ആഗ്രഹമില്ലേ പെങ്ങള്, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അസ്രായീൽ നിന്റെ റൂഹ് പിടിക്കാൻ കടന്നു വരുമല്ലോ, അല്ലാഹുവിന്റെ മലക്കുകളെ കടന്നു വരുമല്ലോ. ആകാശലോകത്ത് നിന്ന് അസ്രായീൽ എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. ഫകശഫിനാ അൻക ഗൈതാക ഫബസറുക അൽയൗമ ഹദീദ്. കണ്ണിന്റെ മുന്നിലേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്ന ദിവസമുണ്ടല്ലോ, നീ നിന്റെ കണ്ണുകൊണ്ട് കാണുമല്ലോ. ആ മലക്കുകൾ നിന്റെ കാലിന്റെ വിരൽ മുതൽ അവിടെ നിന്ന് റൂഹ് പിടിക്കുകയാണ്. പടച്ചവനെ, മുട്ടുവരെ, അരവരെ, നെഞ്ചുവരെ, കഴുത്തുവരെ, എന്നിട്ടെല്ലാ മലക്കുകളും നിന്റെ കൈകാലുകൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവസാനം നിന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ പറയണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യമാണ് പെണ്ണ്. ഈമാനുള്ള മരണമാണ്, ഈമാനുള്ള മരണമാണ്. എല്ലാവരും കരയുന്ന ദിവസം നിനക്ക് ചിരിക്കാനുള്ള അവസരമാണ്. പടച്ചവനെ, നിനക്ക് അല്ലാഹു ഒരു നല്ല മരണം തരികയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു, നിന്നെപ്പോലെ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ മുസ്ലിമായി ജീവിച്ച ചെറുപ്പക്കാരനല്ല. 30ാമത്തെ വയസ്സിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. 30ാമത്തെ വയസ്സിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. 36ാമത്തെയോ 38ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. കയ്യിലെണ്ണാവുന്ന വർഷങ്ങൾ മാത്രമേ മുസ്ലിമായി ജീവിച്ചുള്ളൂ. പക്ഷേ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരണപ്പെടുമ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ. ഈ തുച്ഛമായ വർഷങ്ങൾ ജീവിച്ച സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വഫാത്താകുമ്പോ അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങുകയാണ്. ഈ പ്രപഞ്ചം കരയുകയാണ്, ഈ പ്രപഞ്ചം കരയുകയാണ്. പടച്ചവരെ, എല്ലാവരും കരയുമ്പോ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ. പടച്ചവനെ, അവിടുത്തെ ചുണ്ടിൽ വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. മയ്യത്ത് കാണുന്നവർ മുഴുവനും കൊതിക്കുകയാണ്. എന്തൊരു മരണമാണ് പടച്ചവരെ, എന്തൊരു മരണമാണ് പടച്ചവരെ. ചുണ്ടിലെന്ത് പുഞ്ചിരിയാണ് പടച്ചവരെ, മുഖത്തെന്ത് പ്രകാശമാണ് പടച്ചവരെ. ഉറങ്ങുകയാണ് റബ്ബേ, ഉറങ്ങുകയാണ് റബ്ബേ. പടച്ചവനെ, ചിലര് മരിച്ചു കിടക്കുമ്പോ അവരുടെ മുഖം കാണുമ്പോ നമുക്ക് കൊതി തോന്നുമല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹത്തുക്കളായ ഒരുപാട് നേതാക്കന്മാരുടെ ജനാസ കണ്ടവരാണ്. ശംസുൽ ഉലമയെ കുറിച്ച് പറയുമല്ലോ, കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് പറയുമല്ലോ, ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച് പറയുമല്ലോ, കോയക്കുട്ടി ഉസ്താദിനെ കുറിച്ച് പറയുമല്ലോ, മഹാനായ ശൈഖുനാ തിപ്പറ്റ ഉസ്താദിനെ കുറിച്ച് പറയുമല്ലോ. ഇവരുടെയൊക്കെ മരണം കണ്ടവരല്ലേ, ഇവരുടെയൊക്കെ ജനാസ കണ്ടവരല്ലേ. എല്ലാവരും കരയുമ്പോ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചവരാ നമ്മുടെ മഹാന്മാര്. അതുകൊണ്ട് സഹോദരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ
ആ ഖുർആൻ പാരായണം ചെയ്താൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം നല്ല മരണമാണ്. മഹാനായ സഅദ് റളിയല്ലാഹു തആല അവിടുന്ന് വഫാത്തായപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ. പടച്ചവനെ എല്ലാവരും കരയുമ്പോ ആ സ്വഹാബിയുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ, ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയായിരുന്നു, ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. അല്ലാഹുവേ ഞങ്ങൾക്കൊരു നല്ല മരണം തരണേ അല്ലാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവേ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അവിടുന്ന് മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാണ്. പടച്ച റബ്ബേ എല്ലാവരും കരയുന്ന ദിവസമാ, സ്വഹാബിയുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ചുമന്നു കൊണ്ടുപോവുകയാണ്. സഅദ് ഇബ്നു മുആദ് തങ്ങളുടെ ജനാസ കൊണ്ടുപോകുമ്പോ പടച്ചവനെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തള്ളവിരൽ കുത്തിക്കെട്ട് നടന്നു പോവുകയാണ്. ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തള്ളവിരൽ കുത്തിക്കെട്ട് പ്രവാചകൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. പടച്ച റബ്ബേ സ്വഹാബികൾ അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ മയ്യത്തിന് ഭാരമില്ല നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? സഹാബികൾ പറയുന്നു, നബിയേ മയ്യത്തിന് ഭാരമില്ല നബിയേ. പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ നടക്കാൻ സ്ഥലമില്ല സഹാബ. അല്ലാഹുവിന്റെ മലക്കുകൾ കടന്നു വന്നിരിക്കുകയാണ്. ആകാശ ലോകത്ത് നിന്ന് 70,000 മലക്കുകൾ ഇറങ്ങി വന്നത് കാരണം എനിക്ക് നടക്കാൻ സ്ഥലമില്ല, എനിക്ക് നടക്കാൻ സ്ഥലമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തള്ളവിരൽ കുത്തിക്കെട്ട് നടക്കുകയാണ്. പടച്ചവനെ സഅദ് ഇബ്നു മുആദ് തങ്ങളുടെ ജനാസ ചുമന്നത് മലക്കുകളാ, അല്ലാഹുവിന്റെ മലക്കുകളാണ്, അല്ലാഹുവിന്റെ മലക്കുകളാണ് സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജനാസ ചുമന്നത്. മലക്കുകൾ അവിടുന്ന് ഇറങ്ങി വന്നു, 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. മഹാനായ സഅദ് തങ്ങളെ ഖബറടക്കുന്നതിന് വേണ്ടി ഖബർ കുഴിക്കുമ്പോ പടച്ചവനെ ഖബർ കുഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഖബറിലെ മണ്ണിന് പോലും വല്ലാത്ത സുഗന്ധമാണ്, ഖബറിലെ മണ്ണിന് പോലും വല്ലാത്ത സുഗന്ധമാണ്. ഖബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവസാനം ഖബറിന്റെ അടിയിൽ നിന്ന് മണ്ണിങ്ങനെ തുടച്ചെടുക്കുകയാണ്. അവസാനം ഖബറിന്റെ അടിയിൽ നിന്ന് മണ്ണിങ്ങനെ തുടച്ചെടുക്കുമ്പോ ആരും കാണാതെ ഒരു പിടി മണ്ണെടുത്ത് തന്റെ മടിയിൽ വെക്കുകയാ, ആരും കാണാതെ ഒരു പിടി മണ്ണെടുത്ത് തന്റെ മടിയിൽ വെക്കുകയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ഖബറടക്കി എല്ലാവരും പിരിഞ്ഞുപോയി. ഈ മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ അരയിലിരിക്കുന്ന ഒരു പിടി മണ്ണിന് വല്ലാത്ത സുഗന്ധമാ, ആ മണ്ണിന് പോലും വല്ലാത്ത സുഗന്ധമാണ്. പടച്ചവനെ നിങ്ങളുടെ ചരിത്രം എടുത്ത് നോക്ക്. സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബർ കുടിച്ച മനുഷ്യനുണ്ടല്ലോ, അവിടുന്ന് രാത്രിയിൽ സ്വപ്നം കാണുകയാ, അവിടുന്ന് രാത്രിയിൽ സ്വപ്നം കാണുകയാ. അവിടുന്ന് ചോദിച്ചു, സഅദേ നീ മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ, എല്ലാവരും കരയുന്ന ദിവസം നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ. സഅദേ 70,000 മലക്കുകൾ നിന്റെ ജനാസ ചുമക്കാൻ കടന്നു വന്നല്ലോ. നിന്റെ ഖബറിലെ മണ്ണിന് പോലും സുഗന്ധമായിരുന്നു, നിന്റെ ഖബറിലെ മണ്ണിന് പോലും സുഗന്ധമായിരുന്നു. നീ എന്ത് നന്മയാണ് ചെയ്യുന്നത്? ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണമെന്താ? ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണമെന്താ? മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് പറഞ്ഞുകൊണ്ട് നിർത്തുകയാ. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു ഈ സ്വഹാബിയുടെ ഖബർ കുടിച്ച മനുഷ്യ സ്വപ്നം കണ്ടു. അവിടുന്ന് ചോദിച്ചു, സഅദേ നീ മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി,
എല്ലാരും കരഞ്ഞപ്പോ നിന്റെ മുഖത്ത് പ്രകാശവും പുഞ്ചിരിയുമായിരുന്നു. 3, നിന്റെ മയ്യത്ത് ചുമന്നവർ പറഞ്ഞു നിന്റെ മയ്യത്തിന് ഭാരമില്ല എന്ന്. 4, നിന്റെ ജനാസ ചുമക്കാൻ അള്ളാഹുവിന്റെ 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. 5, നിന്റെ കബറ് കുടിച്ചപ്പോ, നിന്നെ കബറടക്കുന്നതിന് വേണ്ടി കബറ് കുടിച്ചപ്പോ ആ കബറിലെ മണ്ണിന് പോലും സുഗന്ധമായിരുന്നു. എന്ത് നന്മയാ നീ ചെയ്തേ? അല്ല നിനക്ക് ഇത്രയും വലിയ പ്രതിഫലം തരാൻ നീ എന്ത് നന്മയാ ചെയ്തേ? മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ ഓതിയ ഖുർആൻ, ഞാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തു. അല്ല എനിക്കതിന് തന്നതാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തു, സുന്നത്ത് നോമ്പ് പിടിച്ചു. ഈ 2 നന്മകൾ ഞാൻ ചെയ്തതിന് എന്റെ റബ്ബ് എനിക്ക് തന്ന പ്രതിഫലമാ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ മുറുകെ പിടിക്ക്. ആ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യ്. പാരായണം ചെയ്താൽ ഈ 5 പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകും. അള്ളാഹു നമുക്ക് ആ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.